മലപ്പുറം വേങ്ങര വെട്ടുതോട് തോട്ടിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. കണ്ണമംഗലം അച്ഛനമ്പലം സ്വദേശി പുള്ളാട്ട് അബ്ദുൽ വദൂത്താണ് മരിച്ചത്. തകർന്നു വീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് മരണം. ഇന്ന് മാത്രം സംസ്ഥാനത്ത് ഇത് മൂന്നാമത്തെ ഷോക്കേറ്റുള്ള മരണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മുബഷിർ പി അക്ബർ ഉണ്ട്. മുബഷിർ, എന്താണ് സംഭവിച്ചത്? പിന്നീട് മലപ്പുറം വേങ്ങര വെട്ടുതോട് ഭാഗത്ത് വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം വെട്ടുതോട് മേഖലയിൽ ഒരു തോട്ടിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു 18 വയസ്സുള്ള വിദ്യാർത്ഥിയായിട്ടുള്ള കണ്ണമംഗലം അച്ഛനമ്പലം സ്വദേശിയായിട്ടുള്ള പുള്ളാട്ട് അബ്ദുൽ വദൂത്തും സുഹൃത്തുക്കളായിട്ടുള്ള 2 വിദ്യാർത്ഥികളും ആ ഒരു മേഖലയിൽ കുളിക്കുന്നതിനിടയിൽ തോട്ടിലൂടെ മറ്റൊരു മേഖലയിലേക്ക് നീന്തി പോകുന്നതിനിടയിലാണ് താഴ്ഭാഗത്ത് രൂക്ഷമായ മഴയെ തുടർന്ന് കാറ്റുമഴയൊക്കെ തന്നെ ആ ഒരു മേഖലയുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ആ ഒരു മേഖലയിൽ പൊട്ടി വീണ് കിടക്കുന്ന വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് മരണം സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? 18 വയസ്സുള്ള വിദ്യാർത്ഥിയാണ് മരിച്ചിരിക്കുന്നത്. അബ്ദുൽ വദൂത്താണ് കുട്ടിയുടെ പേരെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഷോക്കേറ്റ സമയത്ത് തന്നെ നാട്ടുകാരുടെയും കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി, വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുത്തി തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്തിച്ച് പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് തിരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആ തിരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് മലപ്പുറം ജില്ലയിൽ വ്യാപകമായി വിവിധയിടങ്ങളിലൊക്കെ തന്നെ മഴയുണ്ട്, ശക്തമായ കാറ്റുണ്ട്. വിവിധയിടങ്ങളിൽ മരച്ചില്ലകളും വൈദ്യുതി പോസ്റ്റുകളൊക്കെ തന്നെ തകർന്നു വീണിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഈ പറയപ്പെടുന്ന മേഖലയിലും വൈദ്യുതി പോസ്റ്റ് തകർന്നു വീണിരുന്നു. ആ ഒരു വൈദ്യുതി കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഗുരുതരമായി പരിക്ക് ആ ഒരു ഘട്ടത്തിൽ തന്നെ ബാധിച്ചിരിക്കാം എന്ന് വേണം മനസ്സിലാക്കുന്നത്. വിശേഷം വെള്ളത്തിലായതുകൊണ്ട് തന്നെ പരുക്കിന്റെ ആഴം കൂടിയതാകാം മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഇടപെടൽ ആ ഒരു ഘട്ടത്തിൽ നാട്ടുകാർ നടത്തിയിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ മൃതദേഹം കമ്പി പൊട്ടിക്കിടക്കുന്നത് ആരും കണ്ടില്ല എന്നാണോ? എന്താണ് ഇപ്പോൾ KCB ഉൾപ്പെടെ പറയുന്നത്? ഇക്കാര്യത്തിൽ ആ ഭാഗത്ത് ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. വിവിധ ഇടങ്ങളിലൊക്കെ തന്നെ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീഴുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ വൈദ്യുതി പോസ്റ്റിലുണ്ടായിരുന്ന വൈദ്യുതി കമ്പി സ്വാഭാവികമായിട്ടും പുഴയുടെ മീതെ പോയിട്ടുണ്ടാകാം. അതിൽ നിന്നാവാം ഷോക്കേറ്റത് എന്നുള്ളതാണ് നിലവിൽ KCB വൃത്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള അനാസ്ഥയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ വരും മണിക്കൂറുകൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ വെട്ടുതോട് ഭാഗത്തെ ആ ഭാഗത്തുണ്ടായിരുന്ന തോട്ടിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു ഒരു കുട്ടി എന്ന് വേണം മനസ്സിലാക്കുന്നത്. ആ കുളിക്കുന്നതിനിടയിൽ ഒരു ഭാഗത്തേക്ക് നീന്തി പോകുന്നു. സാധാരണ കുളിക്കടവിൽ നിന്നും മാറി താഴ്ഭാഗത്തേക്ക് നീന്തിപ്പോയി അവിടെ വെച്ചാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നാണ് നമുക്ക് നാട്ടുകാരൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണമംഗലം അച്ഛനമ്പലം സ്വദേശിയാണ് മരിച്ചിട്ടുള്ള 18 വയസ്സുള്ള വിദ്യാർത്ഥി. എന്തായാലും ഇക്കാര്യത്തിൽ KCBയുടെ ഒരു വിശദീകരണം ഉൾപ്പെടെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. വിനീത, ശരി, ഏതായാലും ദാരുണമായൊരു സംഭവം തന്നെയാണ്. മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്.